ഹായ് ഗായ്സ്, ചെമ്പനീർ പൂവ് പ്രൊമോ റിവ്യൂവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ അവിടുന്നും ഇവിടുന്നും ഒക്കെ കാശ് സംഘടിപ്പിച്ച് 5 ലക്ഷം രൂപ വക്കീലിന് കൊടുക്കുന്നുണ്ട് സച്ചിയും രേവതിയും. പിന്നീട് വക്കീൽ സച്ചിയെ വിളിച്ചു പറയുന്നത്, സച്ചി, ഒരു സന്തോഷ വാർത്തയുണ്ട്, ശരത്തിന്റെ കേസ് നിന്റെ അമ്മ പിൻവലിച്ചു എന്ന്. സത്യമാണോ സർ എന്ന് സച്ചി ചോദിക്കുമ്പോൾ, അതേ സച്ചി, സത്യമാണ് എന്ന് പറയുന്നു. സച്ചി അത് കേട്ടതും സന്തോഷം കൊണ്ട് സച്ചി തുള്ളിച്ചാടുന്നത് കണ്ട് രവിയേട്ടൻ കാര്യം ചോദിക്കുമ്പോൾ, അച്ഛാ, ശരത്തിന്റെ കേസിലെ അത് അമ്മ പിൻവലിച്ചൂന്ന് ഇപ്പോൾ വക്കീൽ വിളിച്ചു പറഞ്ഞച്ചാ എന്ന് പറയുന്നു. സച്ചിയുടെ സന്തോഷം തീരുന്നില്ല. നേരെ ശ്രുതിയുടെയും മുന്നിൽ പോയി ഡാൻസ് കളിക്കുന്നുണ്ട്. ഇത് നമ്മുടെ ശ്രുതിക്ക് തീരെ ഇഷ്ടപ്പെടുന്നില്ല. മാറി നിന്ന് താൻ പറയുന്നത്, എന്തായിരിക്കും ആന്റി ഇങ്ങനെ കേസ് പിൻവലിക്കാൻ കാരണം എന്ന്. ഇത് രേവതി കേൾക്കുന്നു. അപ്പൊ രേവതി ചോദിക്കുന്നത്, എന്താ ശ്രുതി, അമ്മ കേസ് പിൻവലിച്ചത് ഇഷ്ടമായില്ല എന്ന് തോന്നുന്നു എന്ന്. അത് ചോദിച്ചതും ശ്രുതിയുടെ മുഖമാകെ മാറി. അതല്ല രേവതി, അമ്മ അങ്ങനെ ചെയ്യാറില്ലല്ലോ, അതാ ഞാൻ ചോദിച്ചത് എന്ന്. പിന്നീട് കാണിക്കുന്നത് ശരത്ത് വീട്ടിലേക്ക് വരുന്നു. ആ സമയം സച്ചിയും രേവതിയും അവിടെയുണ്ട്. ലക്ഷ്മി ശരത്തിനെ കണ്ടതും കെട്ടിപ്പിടിച്ച് ഉമ്മ വെച്ച് കരയുന്നുണ്ട്. ശരത്ത് വേഗം സച്ചിയുടെ കാലിൽ വീണ്, എന്നോട് ക്ഷമിക്കണം സച്ചിയേട്ട, അറിയാതെ പറ്റിപ്പോയതാണ് എന്നൊക്കെ പറയുന്നു. അന്നേരം സച്ചി പറയുന്നത്, അത് സാരമില്ലടാ, നീ അറിയാതെ ചെയ്തതല്ലേ, നിങ്ങൾക്കൊരു വീഴ്ച വരുമ്പോ ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടാവില്ലടാ എന്നൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിക്കുന്നുണ്ട് സച്ചി. അങ്ങനെ ആ വീട്ടിൽ വീണ്ടും സന്തോഷം തിരിച്ചെത്തുന്നു. ഇതൊക്കെയാണ് പ്രൊമോ വിശേഷങ്ങളായി കാണിച്ചത്. പ്രൊമോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്തൊരു എപ്പിസോഡിന്റെ പ്രൊമോവുമായി വരുന്നതുവരെ കാത്തിരിക്കുക.